പ്രാർത്ഥിക്കണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരങ്ങളെ എൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്വർഗ്ഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠമാക്കിയിരിക്കുന്ന മഹാപരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിലായിരിക്കാൻ അടിയങ്ങൾക്കും അങ്ങയുടെ പ്രിയമക്കൾക്കും കൃപ നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്നു. മുട്ടുവീൻ തുറക്കപ്പെടും, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തുമെന്ന് അറിയിച്ചത് പിതാവേ. ഭാരത്തോടെ, രോഗത്തോടെ, നിരാശയോടെ, നെടിയീർപ്പോടെ, ഞരക്കത്തോടെ, കടബാധ്യതയോടെ തകർന്ന ഉള്ളങ്ങളുമായിട്ട് തിരുസന്നിധിയിലായിരിക്കുന്ന പ്രിയമക്കളെ താഴ്ത്തിത്തരുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥെന്ന വചനപ്രകാരം ഇന്ന് എൻ്റെ മക്കളുടെ കണ്ണീർ തുടച്ച് അങ്ങ് ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ കടന്നു വരേണ്ടി ജനത്തെ നാഥ വേഗത്തിൽ ഇവിടെ കൂട്ടിവരുത്തും. മക്കളുടെ യാത്രയിൽ കൂടിയിരിക്കണം. സ്വർഗീയ രാജാവ്, ഇന്നത്തെ ഇവിടെ ശുശ്രൂഷ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദകരമായിട്ട് ഉള്ള യാഗമായിട്ട് അങ്ങ് മാറ്റണം. നന്ദിയോടെ സ്തോത്രത്തെ സ്തുതിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. രാജാതി രാജാവേ, അങ്ങ് എഴുന്നള്ളി വന്നിരിക്കുക സ്തോത്രം. ദേവാദി ദേവനെ അങ്ങയുടെ നടകൊള്ളുക സ്തോത്രം. കർത്താതി കർത്താവെ, അങ്ങയുടെ ഉലാവിക്കൊണ്ടിരിക്കുക സ്തോത്രം. സകല മാനവും മഹത്വവും അങ്ങെടുത്തോളും. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ആത്മാവിലും. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിനാ. ഹല്ലേലൂയ സ്തോത്രം പാടി ആരാധിച്ചിന. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ. ഹല്ലേലൂയ സ്തോത്രം പാടി ആരാധിച്ചിട. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ അന്നു നാഥൻ മുഖം കണ്ട് ആരാധിച്ചിടാം. ഇന്നു ഞങ്ങൾ വിശ്വാസം അന്നു നാഥൻ മുഖം കണ്ടു ആരാധിച്ചിടാം. സറഭുകളാരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. സറഭുകളാരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ. ബാധകളൊഴിയും കോട്ടകൾ തകരും ആരാധനയിങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ. ബാധകളൊഴിയും കോട്ടകൾ തകരും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ. മൺകുടമുടയും തീക തീടും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം മാറും. മൺകുടമുടയും തീക തീടും. അപ്പോസ്തല രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തല രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ആത്മനാഥനേശുവിനെ.
ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ സ്തോത്രം പാടി ആരാധിച്ചിടാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ സ്തോത്രം പാടി ആരാധിച്ചിടാ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ അന്നു നാഥൻ മുഖം കണ്ടു ആരാധിച്ചിടാ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ അന്നു നാഥൻ മുഖം കണ്ടു ആരാധിച്ചിട. സറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, ബാധകൾ ഒഴിയും കോട്ടകൾ തകരും ആരാധനയിങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, ബാധകൾ ഒഴിയും കോട്ടകൾ തകരും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീക തീടും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീക തീടും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീക തീടും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീക തീടും ആരാധനയിങ്കൽ. അപ്പോസ്തല രാത്രികാലെ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തല രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തല രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീക തീടും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീക തീടും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീക തീടും ആരാധനയിങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, ബാധകൾ ഒഴിയും കോട്ടകൾ തകരും ആരാധനയിങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, ബാധകൾ ഒഴിയും കോട്ടകൾ തകരും ആരാധനയിങ്കൽ. അപ്പോസ്തല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തല രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തല രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം ഈ കൽബാർ ഇലബരബരബർ അസീഖൽബാർ ഇലബരബരബർ അസീഖൽബാർ ഇലബരബരബർ അസലബാർ ഈ കൽബാർ ഇലബരബരബർ അസീഖൽബാർ ഇലബരബർ അസലബാർ ഈ കൽബാർ ഇലബരബർ. എല്ലാവർക്കും ഇരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. 1 ദിനവൃത്താന്ത പുസ്തകം 28 അധ്യായം അതിന്റെ 9 വചനം നമുക്ക് ശ്രദ്ധിക്കാം. 1 ദിനവൃത്താന്ത പുസ്തകം 28 അതിന്റെ 9. എന്റെ മകനെ ശലോമോനെ, നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. എന്റെ മകനെ ശലോമോനെ, നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദാവീദ് കർത്താവിന്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ, കർത്താവിന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷൻ. ദാവീദ് തന്റെ മകൻ ശലോമോൻ ചക്രവർത്തിക്ക് കൊടുക്കുന്ന ആലോചനയാണ്, നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ഓരോരുത്തരും ഹൃദയത്തിൽ കരുതിക്കൊള്ളേണ്ട ഒരു വചനമാണ്. ദൈവത്തെ നാം അന്വേഷിച്ചാൽ ദൈവം നമുക്ക് കണ്ടെത്താനിടയാവും, എന്നും നമ്മോട് കൂടെയിരിക്കും. എന്നാൽ ദൈവത്തെ തള്ളിക്കളഞ്ഞു പോകുന്നവരിൽ ദൈവത്തിന് പ്രസാദമില്ല. അവനെ ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും ഉപേക്ഷികളെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 12 അധ്യായം അതിന്റെ 16 വചനം വായിച്ചാൽ, ഒരു ഊണിന് വേണ്ടി
ഏശാവ് ജ്യേഷ്ഠ അവകാശം അലക്ഷ്യമാക്കി. ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ ഒരു ശ്രേഷ്ഠ പദവിയാണ് ജ്യേഷ്ഠ അവകാശ പദവി. കുടുംബത്തിലെ സ്വത്തില് ഇരട്ടി പങ്ക്. മാത്രമല്ല, അത് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പദവിയാണ്. എന്നാൽ ഒരു നേരത്തെ പയറ് പായസത്തിന് വേണ്ടി തന്റെ സഹോദരൻ യാക്കോബിന്റെ മുമ്പില് ജ്യേഷ്ഠൻ ഏശാവ് അത് വിറ്റുകളഞ്ഞു. അവനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, ഒരു ഈണിന് വേണ്ടി അവൻ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞു. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു. കണ്ണീരോട് അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. മാനസാന്തരത്തിന് ഇട കണ്ടില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നമ്മെ ലോകത്ത് ആക്കി വെച്ചിരിക്കുന്നു. ലോകത്തിലെ അല്പസ്വല്പ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ തള്ളിക്കളയാതിരിക്കുക. ഈ വേദഭാഗം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഏശാവ് ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞു. ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അല്പസ്വല്പ കാര്യങ്ങൾക്ക് വേണ്ടി നിത്യമായിട്ടുള്ള അനുഗ്രഹം തള്ളിക്കളഞ്ഞ് ആരും ജീവിക്കരുത്. അത് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള കാര്യമല്ല. ദാവീദിന്റെ ജീവിതം നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് പോകുന്ന മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കും. കർത്താവേ, ഞാൻ ആ വഴി പോകുന്നത് അങ്ങേക്ക് ഹിതമാണോ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകള്, നാം സൂക്ഷിച്ചിരിക്കുന്ന ബന്ധങ്ങളുണ്ട്. പലർക്കും രഹസ്യബന്ധമുണ്ട്. ദൈവത്തെക്കാളും പറ്റിയിരിക്കുന്ന മാനുഷിക ജഡബന്ധങ്ങൾ കൊണ്ടാടുന്നവർ നമ്മുടെ ഇടയിൽ ഇവിടെ ഹാളിനകത്തും അപ്പുറത്തെ ഹാളിലും ഒക്കെ ഉണ്ട്. ഇത് ദൈവത്തിന് ഹിതപ്രകാരമുള്ള കാര്യമല്ല. ദൈവസന്നിധി വരുന്നവർ പൂർണ്ണ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കണം. പൂർണ്ണ ഹൃദയം കൊടുക്കുന്നവർ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ യഹോവയുടെ കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഉപേക്ഷിക്കുന്നെങ്കിലോ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. 2 ദിനവത്താം ദിവസവും 15:2. അതായത് ഇത് കർത്താവിനെ അന്വേഷിക്കേണ്ട സമയം, കർത്താവിന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കേണ്ട സമയം, കർത്താവിനെ മുറുകെ പിടിക്കേണ്ട സമയം, കർത്താവിന്റെ സന്നിധിയെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കേണ്ട സമയം. എന്നാൽ ഇന്ന് നാം ശ്രദ്ധിച്ച ദൈവജനങ്ങൾ എന്ന് പറയുന്നവർ പല സന്ദർഭങ്ങളിലും കർത്താവിനെ മറന്ന് ജീവിക്കുന്നവരുണ്ട്. പ്രതികൂല സാഹചര്യം വരുമ്പോൾ ദൈവത്തെ തള്ളിക്കളയും. പ്രാർത്ഥനയില്ലാതെ, ദൈവവചനം വായനയില്ലാതെ, ദൈവവചനം ധ്യാനിക്കാതെ ഇരിക്കുമ്പോഴും നാം ദൈവത്തെ തള്ളിക്കളയുന്ന അവസ്ഥയാണ്. അത് ന്യായപ്രമാണം കേൾക്കാതെ ചെവി ചിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും ദൈവത്തിന് വെറുപ്പെന്ന വേദപുസ്തകം പറയുന്നു. യാക്കോബിന്റെ ലേഖനം 4:8 പ്രകാരം ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഒരു സാധാരണ മനുഷ്യന് ദൈവത്തോട് അടുക്കാൻ ഏതാണ് മാർഗം? ഹൃദയം പൂർണ്ണമായിട്ട് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. മാത്രമല്ല, രാവും പകലും ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ, സ്തുതിയോടെ, പ്രാർത്ഥനയോടെ ആയിരിക്കുക. അങ്ങനെയുള്ള ജീവിതങ്ങളിൽ ദൈവം പ്രസാദിക്കും. മത്തായി 6:33 മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജോലി ലഭിക്കാതെ ഭാരത്തോടെ എത്തിയിരിക്കുന്നോ? തലമുറ ലഭിക്കാതെ ഭാരത്തോടെ എത്തിയിരിക്കുന്നോ? വീട്ടിൽ കിട്ടേണ്ട ഷെയർ കിട്ടാതെ നിരാശയോടെ എത്തിയിരിക്കുന്നോ? മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഒന്നാമതായിട്ട് കർത്താവിന്റെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക. ദൈവത്തിന് മുൻതൂക്കം കൊടുക്കുക. ജീവിതത്തിലെ പ്രധാന സ്ഥാനം, ഫസ്റ്റ് പ്രിഫറൻസ് ദൈവിക കാര്യങ്ങൾക്കായിക്കോട്ടെ. അതോടെ ബാക്കിയെല്ലാം ഇതിനോട് ചേർത്ത് നൽകും. അതെ, നാം ദൈവത്തെ അന്വേഷിച്ചാൽ സങ്കീർത്തനങ്ങൾ 105:3 യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കും. അങ്ങനെ ഹൃദയത്തിൽ സന്തോഷം വന്നു കഴിഞ്ഞാൽ മദ്യപാനം ചെയ്ത് പിന്നെ സന്തോഷിക്കേണ്ട, പരസ്ത്രീയിലോ പരപുരുഷനിലോ ചെന്ന് സന്തോഷിക്കേണ്ട. യഹോവയെങ്കിൽ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. അതെ, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഹൃദയത്തെ ദൈവം സന്തോഷിപ്പിക്കും. അത് നിത്യ സന്തോഷം, നിത്യ ആനന്ദം, പരമാനന്ദമായിരിക്കും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം
അതിന്റെ 39-ാം വചനത്തില് എത്യോപ്യ രാജ്ഞിയുടെ ഫിനാൻസ് മിനിസ്റ്റർ, ധനകാര്യമന്ത്രി തേരിലിരുന്ന് വേദപുസ്തകം വായിക്കായിരുന്നു. കർത്താവിനെ കുറിച്ചുള്ള വേദഭാഗം അവൻ വായിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാന്നറിയപ്പെട്ട് ദൈവമക്കൾ എഴുതിയ വേദവചനം ദൈവാത്മാവിനാന്നറിയപ്പെട്ടവർ വ്യാഖ്യാനിച്ചാലേ അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം ഒരു സാധാരണ മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. ധനകാര്യമന്ത്രി തേരിലിരുന്ന് വേദപുസ്തകം വായിക്കായിരുന്നു. അവൻ വായിക്കുന്നത് ഗ്രഹിക്കാൻ അവന് പറ്റുന്നില്ല. ആ സമയത്ത് ഫിലിപ്പോസ് എന്ന ദൈവദാസനെ ദൈവം തേരിന്റെ അടുക്കൽ എത്തിച്ചു. ഫിലിപ്പോസിനോട് ചോദിക്കാൻ കർത്താവ് പറഞ്ഞു, നീ വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നുണ്ടോ? ആ സമയത്ത് ധനകാര്യമന്ത്രിയാണെങ്കിലും പറഞ്ഞു, ഇല്ല, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? അപ്രകാരം ഷണ്ണൻ ഫിലിപ്പോസിനെ തേരി കയറ്റി ഇരുത്തി. ഫിലിപ്പോസ് ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ആ വേദഭാഗം വ്യാഖ്യാനിച്ചു കൊടുത്തു. അവൻ സന്തോഷം കൊണ്ട് തന്റെ വഴിക്ക് പോയി എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയത്തെ കർത്താവ് സന്തോഷിപ്പിക്കും. ഹല്ലേലൂയ! ദുഃഖവും നടക്കവും ഞെരുവെപ്പും ഓടിപ്പോകും. മാത്രമല്ല സദൃശവാക്യം 28:5 യഹോവയെ അന്വേഷിക്കുന്നവർ സകലവും തിരിച്ചറിയുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യഥാർത്ഥമായിട്ട് നീ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തവനാണ് എങ്കിൽ ദൈവം നിനക്ക് സകലവും വ്യാഖ്യാനിച്ചു തരും, സകലവും വിവേചിച്ചു തരും. പലപ്പോഴും പല ഘട്ടങ്ങളില് ദൈവം എനിക്ക് പല കാര്യങ്ങൾ എന്നോട് സംസാരിക്കാറുണ്ട്. ഞാൻ എല്ലാവരോടത്തും പറയാറില്ല. പല കാര്യങ്ങള് ദൈവാത്മാവ് വ്യാഖ്യാനിച്ചു തരും. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് പഠിപ്പിച്ചു തരും. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ മർമ്മങ്ങള് വെളിപ്പെടുത്തി തരും. അല്ല, ഞാൻ അശ്രദ്ധയായിട്ടിരിക്കുന്ന ആ കാര്യം ശ്രദ്ധിക്കാനായിട്ട് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തും. അവന്റെ അഭിഷേകം നിന്റെ തലമേലുള്ളതുകൊണ്ട് ആരും നിന്നെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. ആ അഭിഷേകം തന്നെ സകലവും നിനക്ക് ഉപദേശിച്ചു തരും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവ വഴികളിൽ നടക്കുക, അതൊരു ദൈവത്തോടൊപ്പം നടക്കുക, അതൊരു ഭാഗ്യ പദവിയാണ്. മാത്രമല്ല, യഹോവയെ തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു. എബ്രായർ 11:6. ആരെയും വെറും കൈയായിട്ട് അയക്കുന്ന ദൈവമല്ല ഈ ദൈവം. അവൻ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ്. എപ്രകാരം നമ്മൾ അന്വേഷിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തനങ്ങൾ 119:2. അതെ, ദൈവം തന്നെ അന്വേഷിക്കുന്നവരെ അറിയുന്നുണ്ടോ? സങ്കീർത്തനങ്ങൾ 53:2 പ്രകാരം ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്ത് നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവം സ്വർഗത്ത് നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? എന്നാൽ ആ വേദഭാഗത്ത് പറയുന്നു, എല്ലാവരും പാപത്തിന് കീഴാവുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാൻ. ദൈവം നോക്കുമ്പോൾ മനുഷ്യൻ പാപം ചെയ്ത് കൂട്ടുകയാണ്. ആ ഒരവസ്ഥ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല. നാം അതികാലത്ത് മാത്രമല്ല ദൈവത്തെ തിരയേണ്ടത്, അതികാലത്തും കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും അർദ്ധരാത്രിക്കും അതികാലത്തെ ദൈവത്തെ പാടി സ്തുതിച്ചിട്ട് കാലത്ത് എന്ന് മദ്യഷാപ്പിൽ പോയി മദ്യം വാങ്ങിച്ച് ക്രിസ്മസ് ആഘോഷിച്ച് കൊണ്ടുവച്ച് കുടിച്ചിട്ട് വല്ല പ്രയോജനമുണ്ട്? ഇല്ല, പൂജ്യമാണ്. പലപ്പോഴും നാം വചനം കേൾക്കുന്നുണ്ട്, വചനം വേണ്ടുപോലെ ഗ്രഹിക്കുന്നില്ല. യഥാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത ഒരു വിശ്വാസി രാവും പകലും ദൈവസന്നിധി തന്നെ ആയിരിക്കും. ആ ഹൃദയം വേറെ കാര്യങ്ങൾക്ക് പരക്കം പാഞ്ഞു പോവുകയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, സങ്കീർത്തനങ്ങൾ 34:10 ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഓരോ നന്മയ്ക്കും കുറവില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഓരോ നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ! എല്ലാവരും പറഞ്ഞാട്ടെ, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തില് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്.
2010 ജനുവരി മാസം സെക്രട്ടേറിയറ്റിൽ എനിക്ക് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലോട്ട് സെക്ഷൻ ഓഫീസറായിട്ട് ഒരു ട്രാൻസ്ഫർ വന്നു. ഞാൻ ചാർജ് എടുക്കുന്ന സമയം അവിടെ സെക്ഷൻ ഓഫീസർ ഇല്ല. 2-3 മാസമായിട്ട് സെക്ഷൻ ഓഫീസർ ഇല്ലാതിരിക്കാൻ. സെക്ഷൻ ഓഫീസറിന്റെ മേശപ്പുറത്തും എല്ലാ സ്ഥലത്തും ഫയൽ കുന്നുകൂടി കിടക്കുകയാണ്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉള്ള സമയം. എപ്പോഴാണ് ഈ രോഗം വന്ന് പെടുന്നതെന്ന് അറിയാൻ പറ്റുമല്ല. അങ്ങനെ ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പം ആ സെക്ഷനിലോട്ട് എനിക്ക് പോസ്റ്റിംഗ് തന്നപ്പോൾ അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യണോ അതോ അസുഖം കാരണം ലീവ് എടുക്കണമോ, അങ്ങനെ ഒരു വല്ലാത്തൊരു കണ്ടീഷനിലായി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ ഞാനവിടെ ചാർജ് എടുക്കണോ? എന്നെ കൊണ്ട് ഇത്രയും കടൽ പോലെ ഫയൽ കിടക്കുന്നുണ്ട്, അസിസ്റ്റന്റുമാരെ എല്ലാ സീറ്റിലും ഇല്ല, എന്നെ കൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റുമോ? ആ സമയം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. അന്ന് ദൈവം എന്നോട് പറഞ്ഞു, ആ സെക്ഷനിൽ പോയി നിന്റെ ഹയർ ഓഫീസേഴ്സിനെ കാണുക. അങ്ങനെ ഞാൻ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി, എന്നെ സെക്ഷനിൽ പോയി സീറ്റ് കണ്ടു. ആ സമയത്ത് തന്നെ എൻ്റെ തൊട്ട് മുകളിലുള്ള അണ്ടർ സെക്രട്ടറി ഞാൻ സെക്ഷനിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവരെന്നെ കൈക്ക് പിടിച്ചുകൊണ്ട് അവരുടെ സീറ്റിൻ്റെ അടുക്കൽ അവരുടെ റൂമിൽ കൊണ്ടുപോയിട്ട് എന്നോട് പറയാനാണ്, ശാന്ത, വളരെ കാലമായിട്ട് ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. നിങ്ങളെപ്പറ്റി ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അടുത്ത് നിങ്ങളടുത്ത് ഇടപഴകിയിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. അവരൊരു ഹൈന്ദവ ഓഫീസറാണ്. എന്നോട് പറഞ്ഞു, മേശപ്പുറത്തെ ഫയൽ കണ്ട് രോഗത്തിന്റെ കാഠിന്യത്തിലും ഇവിടെ ചാർജ് എടുക്കാതിരിക്കണ്ട, നിങ്ങളിവിടെ ചാർജ് എടുക്കണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നോക്കിക്കൊള്ളും. നിങ്ങളുടെ തൊട്ട് മുകളിലത്തെ ഓഫീസറാണ് ഞാൻ. ഫയലുകൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വിട്ടു തന്നാൽ ഞാൻ പിന്നെ നോക്കിക്കൊള്ളാം. എല്ലാ ആഴ്ചയിലും കോടതിയിൽ കേസ് കൊണ്ട് എറണാകുളത്ത് പോകേണ്ടി വരും. സെക്ഷൻ ഓഫീസറാണ് പോകേണ്ടത്. സെക്ഷൻ ഓഫീസർ പോകണ്ട, ശാന്ത സുഖമില്ലാത്തതുകൊണ്ട് യാത്ര ചെയ്യേണ്ട, ഞാൻ പൊക്കോളാം. അതുകൊണ്ട് ഇവിടെ ചാർജ് എടുക്കാതിരിക്കണം, നിങ്ങൾ നിർബന്ധമായിട്ട് ഇവിടെ ചാർജ് എടുക്കണം. അപ്രകാരം ആ ഹയർ ഓഫീസറിന്റെ നിർബന്ധം കാരണം ചാർജ് എടുത്തു. ഓഫീസിൽ അടുത്ത ദിവസം മുതൽ ഞാൻ പോകാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ ചെന്ന് സീറ്റിലിരിക്കുന്നത് ഇവർ നേരത്തെ എത്തും. എൻ്റെ സെക്ഷനിലോട്ട് എന്നെ ഫോൺ ചെയ്യും, കടന്ന് എൻ്റെ റൂമിലോട്ട് വരിക. അവിടെ ചെന്നിരിക്കുന്നതും 10:30 ആവില്ല, 10 മണിയൊക്കെ ആവുള്ളൂ. അവരെന്നോട് ചോദിക്കും, എങ്ങനെയാണ് യേശുവിനെ അറിഞ്ഞത്, എങ്ങനെയാണ് യേശുവായിട്ട് അടുത്തത്, എങ്ങനെയാണ് ഇത്രയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മറുപടി വരുന്നത് എന്ന് അവരെ വിശദമായിട്ട് കർത്താവിനെ പറ്റി എന്നോട് ചോദിക്കും. മാത്രമല്ല അവർ പറഞ്ഞു, എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ, അവൾ ഡൽഹിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിത്തത്തിന് വലിയ മിടിക്കൊന്നുമില്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. എന്നാൽ അടുത്ത ദിവസം അവളെ ഞാൻ വരുത്തുകയാണ് ഡൽഹിയിൽ നിന്ന്. ശാന്ത അവൾക്ക് വേണ്ടി തലയിൽ കഴിച്ചൊന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ ആഗ്രഹമാണതെന്ന്. അങ്ങനെ അടുത്ത ദിവസം അവർ ഡൽഹിയിൽ നിന്ന് മകളെ വരുത്തി എന്നെ കൊണ്ട് തലയിൽ കഴിപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചു, കർത്താവെ ഇവിടെ അനുഗ്രഹിക്കണം. അപ്പം ഈ ഓഫീസർ എന്നോട് പറഞ്ഞു, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, ഒരു കൂടെയുള്ള ഒരു സ്ത്രീ ഉദ്യോഗസ്ഥയ്ക്ക് വിശ്വസിച്ച് ജാമ്യം നിന്നു, അവർ പൈസ അടയ്ക്കാതെ ഇവരുടെ ശമ്പളം മുഴുവൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ചെലവിന് പോലും പൈസ തികയുന്നില്ല, അങ്ങനെ ഒരു സാമ്പത്തിക ഞെരുക്കാവസ്ഥ. ആ അവസ്ഥയിൽ ഇവളെ പഠിപ്പിക്കാൻ തികയുന്നില്ല, എൻ്റെ ജീവിതം വളരെ കഷ്ടത്തിലാണ്, ക്ലേശത്തിലാണ് ഭാരത്തോടെ പറയുന്നു. ആ സമയത്ത് ദൈവം അവരെ ആശ്വസിപ്പിക്കാനായിട്ടും അവർക്ക് വേണ്ടി ഓഫീസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും ദൈവം എനിക്ക് ആലോചിച്ചിരുന്നു. ഞാൻ ആ ഓഫീസറോട് പറഞ്ഞു, വിശ്വസിച്ച് ദൈവസന്നിധി കടന്നു വരിക, ഞങ്ങളിവിടെ നെയ്യാറ്റിൻകര ഒരു പ്രേയർ മീറ്റിംഗ് നടത്തുന്നുണ്ട്. അങ്ങനെ അപ്രകാരം ഈ ഓഫീസർ ഒരു സെക്കൻഡ് സൺഡേ ഇവിടെ കടന്നു വന്നു. അന്ന് ആ ഓഫീസറിൻ്റെ വിഷയം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നില്ല. എന്നാൽ എൻ്റെ ഭർത്താവ് ഇവിടെ പ്രസംഗിക്കുന്ന വേളയിൽ ഈ ഓഫീസറുടെ വിഷയം ദൈവം വെളിപ്പെടുത്തി. സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കാവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ ദൈവം നിങ്ങളെ വിടുവിക്കും, ഇത്രയൊരു ആലോചന അവർ കേട്ടു. സന്തോഷത്തോടെ മടങ്ങിപ്പോയി. അടുത്ത ദിവസം ഓഫീസിൽ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ്, എനിക്ക് വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു. കാരണം കടന്നു വന്നത് ദുഃഖത്തിലും ഈ കടം ആര് മാറ്റും, എന്നാൽ ദൈവം അതിനുള്ള വഴി തുറക്കുന്ന ഒരാലോചന തന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇവരുടെ മകൾക്ക് ഞാൻ പ്രാർത്ഥിച്ചു, അയച്ചു കഴിഞ്ഞു. പിന്നത്തേതിൽ ഒരു 2 ആഴ്ച വരും ഈ ഓഫീസർ ഓടി വന്ന് എൻ്റെ തോളി തട്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടോ താൻ പ്രാർത്ഥിച്ച എൻ്റെ മകൾക്ക് IPS കിട്ടി. ഹല്ലേലൂയ. ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ കിട്ടാവുന്ന
പദവി. ഒരു നിമിഷമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഓഫീസിൽ വെച്ചാണ്, പിതാവെ ഈ മകളെ അനുഗ്രഹിക്കണം, ഈ മകളെ ഉയർത്തണം യേശുവിന്റെ നാമത്തിൽ. ദൈവം അനുഗ്രഹിച്ചു. IPS കൊടുത്ത് മാനിച്ചു. ഹല്ലേലൂയ. ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ, ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ, എന്നെ അവനടിച്ചാലോ എന്നെ അവനടിച്ചാലോ കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി, കഷ്ടനഷ്ടമേറി വന്നാൽ കഷ്ടമേറ്റ കർത്താവോട്, കഷ്ടമേറ്റ കർത്താവോട് ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ, എന്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ എന്നെ അവനടിച്ചാലോ കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി, കഷ്ടനഷ്ടമേറി വന്നാൽ കഷ്ടമേറ്റ കർത്താവോട്, കഷ്ടമേറ്റ കർത്താവോട് ഹല്ലേലൂയ. ഇത് മാത്രമല്ല, ദൈവം പിന്നെയും അവിടെ അത്ഭുതം ചെയ്തു. ഈ ഓഫീസർ എറണാകുളത്ത് ഫയലുമായിട്ട് പോയിരുന്നു. സർക്കാരിന്റെ കാര്യത്തിനാണ്. സെക്ഷനില് ഫയല് കണക്കിലെന്നറിയാം. എന്നാൽ ഒരു ദിവസം ഒത്തിരി പേർക്ക് ഗവൺമെന്റ് ആനുകൂല്യം പ്രഖ്യാപിച്ച് അത് വാങ്ങിക്കാനായിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അതിന് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ അതിൽ വെച്ചിട്ടുണ്ട്. ഈ ഞാൻ പറഞ്ഞ ഓഫീസറില്ല, അതിൻ്റെ മുകളിലത്തെ ഓഫീസറും ഉണ്ട്, IAS ഓഫീസേഴ്സ് ഉണ്ട്, അതിൻ്റെ മുകളിൽ മിനിസ്റ്ററുണ്ട്. മിനിസ്റ്റർ അർഹിക്കാത്തൊരു കേസിന് ആനുകൂല്യം കൊടുക്കാമെന്ന് ഉത്തരവിട്ടു. അത് അബദ്ധവശാൽ സംഭവിച്ചു പോയതാണ്. തൊട്ട് താഴെയുള്ള IAS ഓഫീസറും അതിന് തൊട്ട് മുകളിലുള്ള അഡീഷണൽ സെക്രട്ടറി ഓഫ് ഫയൽ അവർ നോക്കി കണ്ടെത്തിയില്ല. എന്നാൽ ഫയലിന്റെ എല്ലാ സ്റ്റേജും കഴിഞ്ഞു. അതിന്റെ ഫെയർ കോപ്പി ഒപ്പിടുന്ന ദിവസം എൻ്റെ മേശപ്പുറത്ത് ആ ഫയൽ വന്നു. അപ്പോഴാണ് ഞാൻ ആ ഫയൽ കാണുന്നത്. ആ ഫയൽ ഇങ്ങനെ കെട്ടോടെ എടുക്കുന്ന സമയത്ത് തന്നെ ദൈവാത്മാവനെ ഉണർത്തി ഈ ഫയലിന്റെ മൊത്തം വായിക്കുക. അങ്ങനെ 5:30 മണി കഴിഞ്ഞു. ആളുകൾ വന്ന് ആനുകൂല്യം മറ്റോ ഓർഡറിന് കൈപ്പറ്റാനായിട്ട് ഇടിയും തള്ളുമാണ്. അവരടുത്ത് അവിടെ നിന്നോളാനായിട്ട് പറഞ്ഞിട്ട് ഈ ഫയലെടുത്ത് മൊത്തം വായിക്കാൻ തുടങ്ങി. ഒത്തിരി ഫയലുണ്ട്. അതിലൊരു പ്രത്യേക ഫയൽ കർത്താവ് എടുത്ത് വന്നിട്ട് ഇത് മൊത്തം വായിക്കുന്നതാണ്. അത് വായിച്ചു നോക്കിയപ്പോൾ ആനുകൂല്യം അർഹിക്കാത്തൊരു കേസിന് മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു. അതിൽ വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കള്ള സർട്ടിഫിക്കറ്റാണ്. അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ദൈവാത്മാവ് അതെനിക്ക് ഗ്രഹിപ്പിച്ചു തന്നു. ഞാൻ ഉടൻ തന്നെ എൻ്റെ മുകളിലത്തെ ഓഫീസറെ ഫയൽ കൊണ്ട് കാണിച്ചു. ഉടൻ തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തക്കവണ്ണം നോട്ട് എഴുതി അയച്ചു. മന്ത്രി ഓർഡർ മാറ്റിക്കൊണ്ട് അയാൾക്ക് കൊടുക്കണ്ടെന്ന് ഉത്തരവിട്ടു. അടുത്ത ദിവസം ഈ പ്രത്യേക ഓഫീസർ, ഞാൻ പറഞ്ഞ എൻ്റെ തൊട്ടുമുകളിലുള്ള ഓഫീസർ വന്നു. ഈ ഫയൽ കണ്ടു. വേഗത്തിൽ ഫയലും എടുത്ത് എൻ്റെ സെക്ഷനിൽ വന്ന് എൻ്റെ അസിസ്റ്റന്റുമാരും മറ്റ് സ്റ്റാഫിൻ്റെ മുമ്പേ എൻ്റെ കൈ പിടിച്ച് ഷേക്കൻ എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സെക്ഷൻ ഓഫീസർ മിടുമിടിക്കാണ്. രോഗാവസ്ഥയിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫയലൊന്നും നോക്കാൻ കഴിയില്ല, ക്ഷീണാവസ്ഥയിലില്ല,
ഞങ്ങളെല്ലാം ഞങ്ങളുടെ കണ്ണിലെല്ലാം മറഞ്ഞിരുന്ന ഒരു കാര്യം ഈ സെക്ഷൻ ഓഫീസർ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം അവരെ ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. മാത്രമല്ല, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അവിടെ ഞാൻ കഷ്ടിച്ച് 1 മാസത്തോളം ജോലി ചെയ്തു. ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് ഹൃദയത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. അവിടെ നിന്ന് ഞാൻ അപ്പം തന്നെ എന്നെ ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ചന്ത പതിവായിട്ട് ഓഫീസിൽ വെച്ചാണ് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അത് കാരണം ഹാർട്ടിൽ ഒരു മെഷീൻ വെക്കാൻ പോവുകയാണ്. അങ്ങനെ ആ പറഞ്ഞ സമയത്ത് തന്നെ ഡോക്ടർ ഹാർട്ടിലെ മെഷീൻ ഘടിപ്പിച്ച് എന്നെ തിരിച്ചയച്ചു. അങ്ങനെ അന്ന് ഞാൻ ലീവെടുത്ത് വീട്ടിൽ പോയി. അടുത്ത ദിവസം ഞാൻ ഈ മെഷീനോട് കൂടെ തന്നെ ഓഫീസിൽ ജോലി ചെയ്യാനായിട്ട് പോയി സീറ്റിൽ ചെന്നിരുന്നു. എന്നും പതിപോലെ ഈ ഓഫീസർ വിളിക്കും. അന്നും പതിപോലെ അവരെന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ യേശുക്രിസ്തുവിനെ പറ്റി ചോദിച്ചു, പ്രാർത്ഥനയെ പറ്റി ചോദിച്ചു. അതിനുശേഷം പെട്ടെന്ന് എൻ്റെ കഴുത്തിൽ അതിങ്ങനെ ഹാർട്ടിൻ്റെ ഭാഗത്തിങ്ങനെ മെഷീൻ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുകയും ചരട് കഴുത്തിൽ കൂടെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ചരടിൽ ഇങ്ങനെ നോക്കിയിട്ട് പുതിയ നെക്ലസ് ആണോ ഇടോ താൻ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചപ്പോൾ ഇതൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഹാർട്ടിൽ മെഷീൻ വെച്ച്. അവർ കൈവച്ച് മെഷീൻ കണ്ടിട്ട് എൻ്റെ തോന്നി ഈ മെഷീൻ വിട്ടിട്ട് എൻ്റെ കീഴിൽ നിന്ന് ജോലി ചെയ്യാൻ വന്നോ, ഇപ്പോഴേ ലീവെടുത്ത് വീട്ടിൽ പൊക്കോളണമെന്ന്. അങ്ങനെ അവർ നിർബന്ധിച്ച് അന്ന് തന്നെ അവിടെ പണി ചെയ്യാൻ സമ്മതിച്ചില്ല. ഞാൻ ലീവെടുത്ത് ഇങ്ങ് വീട്ടിൽ വന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ പോകുമ്പോൾ എനിക്ക് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ പോസ്റ്റിംഗ് ആയി എന്ന് കേട്ട സമയത്ത് എനിക്ക് അവിടെ വേണ്ട വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ, അസുഖമാണെങ്കിലും അവിടെയുള്ള ഫയലുകൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മുമ്പേ ഞാൻ അവിടെ ഇരുന്നിട്ടുള്ളതാണ്. അങ്ങനെ ആ ഒരു സെക്ഷനിൽ എനിക്ക് പോസ്റ്റിംഗ് വേണമെന്ന് നേരത്തെ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പാർട്ടിക്കാരത് തന്നില്ല. എന്നാൽ ഞാൻ അടുത്ത ദിവസം പോകുമ്പോൾ എൻ്റെ ഈ തൊട്ട് മുകളിലുള്ള ഓഫീസർ ബന്ധപ്പെട്ട ഓഫീസർമാരെ കണ്ടു. അടുത്ത ദിവസം തന്നെ ഓർഡർ ഞാൻ ഏത് സെക്ഷനിൽ വേണമെന്ന് ചോദിച്ചാൽ അതേ സെക്ഷനിലോട്ട് ഓർഡറാക്കി വച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജൻ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജൻ. നിന്നെ വിളിച്ചവരോൺമയുള്ളോ കണ്ണീൻ മണി പോലെ. നിന്നെ വിളിച്ചവനോൺമയുള്ളോ അന്ത്യം വരെ വഴുതാതയവർ താങ്ങി നടത്തിടും. അന്ത്യം വരെ വഴുതാതയവർ താങ്ങി നടത്തിടും. അഴലേറും ജീവിതം നീ തളരുകയോ ഇനി സഹജ. അഴലേറും ജീവിതം നീ തളരുകയോ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ കരുതും നിനക്കവൻ വേണ്ടതല്ല. കരുതും നിനക്കവൻ വേണ്ടതല്ല. അഴലേറും ജീവിതമരുവിൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ. നിന്നെ വിളിച്ചവനോൺമയുള്ളോ കണ്ണേൻ മണി പോലെ. നിന്നെ വിളിച്ചവനോൺമയുള്ളോ
അന്ത്യം വരെ വാഴുതാതയവാൻ അന്ത്യം വരെ വാഴുതാതയവാൻ അഴലേറും ജീവിതമരുവ് നീ തളരുകയോ അഴലേറും ജീവിതമരുവ് യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഹൈന്ദവ ഓഫീസറാണ്. അവർ കർത്താവിനെ അന്വേഷിക്കുന്ന ഓഫീസറായിരുന്നു. അവരുടെ കടബാധ്യത ദൈവം പൂർണ്ണമായിട്ട് വിടുവിച്ചു. മകളെ ദേശത്തെ ഏറ്റവും അനുഗ്രഹിച്ച് ദൈവം ഉയർത്തി മാനിക്കാനിടയായി. മാത്രമല്ല അവർ അഭിഷേകിനെ കണ്ട് അത്യന്തം സന്തോഷത്തോടെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു, കുഞ്ഞിനെ എടുത്തു. അവർ സന്തോഷിച്ചു. എൻ്റെ അടുത്ത് തിരിഞ്ഞെന്ന് പറഞ്ഞു, എടോ താൻ പറഞ്ഞതുപോലെ സംഭവിച്ചല്ലോ, തൻ്റെ കുഞ്ഞിനെ കാണാൻ എനിക്കിടയായല്ലോ. വർഷങ്ങൾക്ക് മുമ്പേ പലരും ഓഫീസിൽ എന്നോട് ചോദിക്കും, ശാന്തി എത്രയോ പേർക്ക് നിങ്ങൾ പ്രാർത്ഥിച്ച കുഞ്ഞുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് തലമുറയില്ല? തക്ക സമയത്ത് ദൈവം എന്റെ കണ്ണീർ തുടച്ചു. തക്ക സമയത്ത് ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. തക്ക സമയത്ത് ദൈവം എന്നെ കരം പിടിച്ച് താങ്ങി. അതെ, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഓരോ നന്മയ്ക്കും കുറവില്ല. ബാലസിംഹങ്ങൾ അവ ശൗര്യമുള്ളത്, ബലമുള്ളത്, തന്ത്രമുള്ളത്, എങ്കിലും ആഹാരം കിട്ടാതെ വിശന്നിരിക്കേണ്ടി വരും. എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. എന്തുകൊണ്ട് നാം ദൈവത്തെ അന്വേഷിക്കണം? ആമോസ് പ്രവചന പുസ്തകം 5-ാം അധ്യായം 4-5 വചനത്തില് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ മുഖം അന്വേഷിക്കുകയും ജീവനോടെ നിത്യതയില് കാണപ്പെടണം. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ദൈവമുഖം, കർത്താവ് യേശുക്രിസ്തുവിന്റെ മുഖം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഭൂമിയില് നമ്മുടെ ആയുഷ്കാലം എങ്ങനെ? നിഴൽ പോലെ അത്രേ. ഒരു നിഴല് എത്ര സമയം കാണും? അങ്ങനെയാണെങ്കിൽ നിഴൽ പോലെയുള്ള ഈ ആയുഷ്കാലം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തെ അന്വേഷിക്കുക. ദൈവത്തിനായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വചനത്തില് ഇവിടെ വിദ്വാൻമാർ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ നക്ഷത്രം കണ്ട് അവര് കർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങി. അവർ നക്ഷത്രം കണ്ടു, കർത്താവിനെ നമസ്കരിക്കാനായിട്ട് വന്നിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-11 വചനത്തില് ഈ വിദ്വാൻമാർ കർത്താവിനെ അന്വേഷിച്ചു, കർത്താവിനെ അവർ കണ്ടെത്താനിടയായി. വിദ്വാൻമാർ യേശുവിനെ കണ്ടു, നിക്ഷേപ പാത്രങ്ങളെ തുറന്നു, പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചു. അതെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വിദ്വാൻമാർ കർത്താവിനെ അന്വേഷിച്ചെന്നു, കർത്താവിനെ കണ്ടെത്താൻ ഇടയായി. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 21-ാം വചനത്തില് അവിടെ കർത്താവിനെ കാണാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട്. യേശുവിനെ കാണാൻ ആഗ്രഹിച്ചവരെല്ലാം യേശുവിനെ കണ്ടെത്തി. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് സക്കായി യേശുവിനെ കാണുവാൻ ശ്രമിച്ചു. കർത്താവ് അവന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു, കർത്താവിന്റെ ഭവനത്തിൽ പ്രവേശിച്ചു, കർത്താവിനെ അവൻ സ്വന്തമാക്കി. നഥനെ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. അപ്പൊ കർത്താവിന് ഇവൻ സാക്ഷാൽ ഇസ്രായേലൻ, ഇവനിൽ കപടമില്ല. മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. മാത്രമല്ല ഹൃദയശുദ്ധിയുള്ള ഭാഗ്യാൻ അവൻ ദൈവത്തെ കണ്ടെത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 24-25 വചനത്തില് കർത്താവിന്റെ ശിഷ്യൻ തോമസ് യേശുവിനെ കാണുകയും യേശുവിനെ വിടൽ ഇടുകയും ചെയ്തിട്ടല്ലാതെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ആ കാഴ്ച അവൻ കാണുന്നു. അക്ഷരാർത്ഥത്തില് യേശു കർത്താവ് അവന് വേണ്ടി പ്രത്യക്ഷനായി. എന്നാൽ യേശു അവനോട് പറഞ്ഞത്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം നാം വായിച്ചാൽ 43 മുതൽ 45 വരെയുള്ള വചനങ്ങളില് 12 വർഷമായിട്ട് ബ്ലീഡിംഗ് ഉള്ള സ്ത്രീ വിശ്വാസത്തോടുകൂടെ കർത്താവിനെ ഒന്ന് കാണാൻ പറ്റി. പക്ഷേ കർത്താവിന്റെ അടുക്ക ചെന്ന്
സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റിയില്ല, പക്ഷെ അവൾ വിശ്വാസത്തോടുകൂടി കർത്താവിനെ തൊട്ടു, സൗഖ്യം പ്രാപിച്ചു. ഇന്ന് വിശ്വാസത്തോടെ നിങ്ങൾക്ക് കർത്താവിനെ തൊടാം. ഇന്ന് തലമുറ ഇല്ലാത്തവർക്ക് കർത്താവ് തലമുറ തന്നയക്കാൻ പോകുന്നു. രോഗസൗഖ്യത്തിന് വേണ്ടി വന്നവർക്ക് രോഗസൗഖ്യം നൽകി അയക്കാൻ പോകുന്നു. കടബാധ്യതയിൽ ഇരിക്കുന്നവന് കടബാധ്യതയും വിടുവിക്കാൻ പോകുന്നു. പണി തീരാത്ത വീട് ദൈവം പണി പൂർത്തിയാക്കി നിങ്ങൾക്ക് തരാൻ പോകുന്നു. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വഴിമാർഗമില്ലാന്ന് ഭാരപ്പെടുന്നോ, ദൈവം പുതിയ വഴികൾ നിങ്ങൾക്കായി ഇതാ തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേൽക്കാം. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ, ആർത്തുപാടി സ്തുതിക്കാം അണിക്കല്ലോ കയറ്റാം, ആർത്തുപാടി സ്തുതിക്കാം അണിക്കല്ലോ കയറ്റാം. പെന്തേക്കോസ്തു നാളിൽ ചലിക്കുന്ന എല്ലാ പ്രാണികളുമേന ചലിക്കുന്ന എല്ലാ പ്രാണികളുമേന ചൈതന്യം നൽകണം. പെന്തേക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച മുട്ടോളമല്ല ആരായോളം പോരാ, മുട്ടോളമല്ല ആരായോളം പോരാ, നീന്തിയിട്ടല്ലാതെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയിനാം. പെന്തേക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ, ആർത്തുപാടി സ്തുതിക്കാം അണിക്കല്ലോ കയറ്റാം, ആർത്തുപാടി സ്തുതിക്കാം അണിക്കല്ലോ കയറ്റാം. പെന്തേക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച മുട്ടോളമല്ല ആരായോളം പോരാ, മുട്ടോളമല്ല ആരായോളം പോരാ, നീന്തിയിട്ടല്ലാതെ നീരുറവയേന, നീന്തിയിട്ടല്ലാതെ പെന്തേക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല
ആർത്തുപാടി സ്തുതിക്കാം. ആർത്തുപാടി സ്തുതിക്കാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ. ആർത്തുപാടി സ്തുതിക്കാം. ആർത്തുപാടി സ്തുതിക്കാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച ജപ്തി നോട്ടീസ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു സഹോദരൻ നിലവിളിക്കുന്നു. കർത്താവിതാ, നിങ്ങൾക്ക് ആ ജപ്തിയാവുന്ന സ്ഥലം സ്വന്തമായിട്ട് കിട്ടാൻ തക്കവണ്ണം ദൈവത്തിന്റെ അത്ഭുതകരത നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകും. ബ്ലീഡിങ്ങിന്റെ രോഗത്തില് 6 സഹോദരിമാർ നിലവിളിക്കുന്നു. കർത്താവിന്റെ അത്ഭുതകർമ്മം വെച്ച് ബ്ലീഡിംഗ് രോഗത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ ഇതാ വിടുവിച്ചിരിക്കുന്നു. തൊണ്ടയില് ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു മുഴയുമായിട്ട് ഒരു ചെറുപ്പക്കാരൻ സഹോദരൻ എന്റെ വലതുവശത്ത് ഹാളില് നിന്ന് നിലവിളിക്കുന്നു. കർത്താവിന്റെ അത്ഭുത കർമ്മം വെച്ച് ഇതാ ഓപ്പറേഷനിലതാ മുഴ കർത്താവ് എടുത്തു മാറ്റി പരിപൂർണ്ണ സൗഖ്യം നൽകി വിടുവിച്ചിരിക്കുന്നു. ഒരു മാതാവ് തന്റെ മകന് വിദേശത്ത് അയച്ചു. എന്നാൽ അവിടെ ക്രമക്കേട് കാണിച്ചത് നിമിത്തം ജയിലിലായി. ആ മകന് വേണ്ടി മാതാവ് നിലവിളിക്കുന്നു. കർത്താവിത മേലധികാരികളുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച ആ സഹോദരനെ ജയിലറെ നിങ്ങളുടെ നിലവിളിക്കുത്തരമായിട്ട് പുറത്തിറക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൈന്യത്താലുമല്ല ദൈവത്തിന്റെ ആത്മാ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ആർത്തുപാടി സ്തുതിക്കാം. ആണിക്കല്ലോ കയറ്റാം. ആർത്തുപാടി സ്തുതിക്കാം. ആണിക്കല്ലോ കയറ്റാം. പെന്തക്കോസ്തു നാളിൽ ചലിക്കുന്ന എല്ലാ ചലനമുണ്ടാക്കി ചൈതന്യം നൽകണം. നവജീവൻ വേണം. ചൈതന്യം നൽകണം. നിത്യതയിലെത്തി പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ആശുപത്രികളോ ഭവനങ്ങളോ ദൂരദേശത്ത് രോഗാവസ്ഥയിലാണെങ്കിലും അവർക്ക് വേണ്ടി കരമുയർത്തിയാട്ടെ. പിതാവെ, അങ്ങയുടെ അത്ഭുത കരമയച്ച് നിന്റെ മക്കൾക്ക് പരിപൂർണ സൗഖ്യം നൽകി വിടുവിച്ചിരിക്കുക. സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം തലമുറയില്ലാതെ ഭാരത്തോടെ എത്തിയവർ കരമുയർത്തിയിട്ട് മരിച്ചവനെ ജീവിപ്പിക്കുക, ഇല്ലാത്തവനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങയുടെ അത്ഭുത കരം പതിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങളെ കൊടുത്ത് നിന്റെ മക്കളുടെ കണ്ണീർ തുടയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്താട്ടെ. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തിയാണ്. പിതാവേ, ഈ പ്രിയ മക്കൾ ആഗ്രഹിക്കുന്ന തരത്തില് നിന്റെ മക്കൾക്ക് അങ്ങ് ഉപജീവന മാർഗം നൽകി നിന്റെ മക്കളുടെ കണ്ണീർ തുടയ്ക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്തു. ഭവനം പണി തീർന്നില്ല എന്ന് ഭാരത്തോടെ നിൽക്കുന്നവർ കരമുയർത്തിയിട്ട് പിതാവേ, സ്വർഗത്തിലേക്ക് ഈ വാതിലെ തുറന്ന് നിന്റെ മക്കൾക്ക് കർത്താവേ അതിന്റെ വരുമാന മാർഗം ഒരുക്കി കൊടുത്ത് ഭവനത്തെ അങ്ങ് പൂർത്തീകരിച്ചു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിന് വേണ്ടി നിലവിളിക്കുന്നവർ കരമുയർത്തി.
പിതാവ് അവരുടെ പ്രിയപ്പെട്ടവർക്ക് മാനസാന്തരം നൽകി അങ്ങ് വിടുവിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കാരം തട്ടി വാഗ്ദത്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായിട്ട് ദാഹിച്ചു കടന്നു വന്നവർ കരമേറ്റ്. ആദ്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് ആലോചിച്ചത് കർത്താവേ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലത്തിന് സൗജന്യമായിട്ട് കുടിക്കട്ടെ എന്ന വചന പ്രകാരം ആത്മദാഹത്താൽ കടന്നു വന്ന ഈ മക്കളെ അഗ്നിയാൽ സ്വർഗീയാഗ്നി അങ്ങ് നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. സൈന്യത്താലുമല്ല ദൈവത്തിന്റെ ആത്മാ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ, ആർത്തുപാടി സ്തുതിക്കാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, അണികല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, അണികല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, അണികല്ലു കയറ്റാം. പെന്തേക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ആർത്തുപാടി സ്തുതിക്കാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, അണികല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, അണികല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം. എന്റെ ഇടതുവശത്തൊരു സഹോദരി തുടരെ 3 വട്ടം അബോഷനായി നിലവിളിയോടെ എത്തിയിരിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് തലമുറ തരാൻ പോകുന്നു. നിങ്ങൾ തലമുറയായിട്ട് കടന്നു വന്ന് ഈ വേദിയിൽ സാക്ഷിയായിരിക്കും. കാരണം തട്ടി ക്രിസ്തുയേശുവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവർക്കും ഇരിക്കാം. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എന്റെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിച്ച ഒരു സ്വഭാവം നിവേദിക്കുന്നു. 19ാമത്തെ വയസ്സിൽ ദൈവശബ്ദം കേൾപ്പാനിടയായി. എന്നാൽ 25ാമത്തെ വയസ്സിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അന്നു മുതൽ ദൈവസന്നിധിയിൽ കടന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഇടയാക്കി. ശ്രദ്ധിക്കുക, ഞാൻ ഒരാൾ ദൈവസന്നിധി സമർപ്പിച്ചപ്പോൾ ഇത്ര വലിയൊരു കൂട്ടത്തെ ഇവിടെ ദൈവം കൊണ്ടുവന്നു. കാരണം എന്താ? ക്രിസ്തുയേശുവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ആ ദൈവശബ്ദം കേട്ടപ്പോൾ 19ാമത്തെ വയസ്സിൽ ദൈവശബ്ദം കേട്ടെങ്കിലും ദൈവത്തിന് പിടികൊടുത്തില്ല. 25ാമത്തെ വയസ്സിൽ ദൈവസന്നിധി പൂർണ്ണമായിട്ടും വിനയപ്പെടുത്തി ഏൽപ്പിച്ചു കൊടുത്തു. അതുമുതൽ ഇതുവരെ ദൈവം അത്യന്തപരമായി പുഴുവായി എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ പൊളിഹോം ഹാൾ ആരാധനയിൽ ഒരു മാതാവ് കടന്നു വന്ന് സാക്ഷിച്ചു. തൻ്റെ ഭർത്താവിന് പെട്ടെന്ന് BP കയറി ഒരു വശം സ്തംഭിച്ചു പോയി. മെഡിക്കൽ കോളേജിൽ IC യൂണിറ്റിൽ വെള്ളം ഇറങ്ങാതെ മരണപ്പെട്ടു എന്ന് ഡോക്ടർമാർ വിധി എഴുതി. മരിച്ചു പോവും. ആ നാഴിയെ നോക്കി അതെ ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള എല്ലാ തീരുമാനങ്ങളും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാതാവ് ഫോണിലൂടെ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിന്റെ ദാസിയെ അടിയാൾ വിളിച്ചു. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സ്തംഭിച്ചു കിടന്ന ശരീരഭാഗങ്ങളെ ചലിപ്പിച്ചു. ആ സഹോദരൻ ആ രാത്രി തന്നെ സൗഖ്യം കൊടുത്തു. ഇന്ന് സൗഖ്യത്തോടായിരിക്കണം. കാരണം തട്ടി ക്രിസ്തുയേശുവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതിന്റെ അർത്ഥം നമ്മൾ ഒരാൾ തീരുമാനമെടുക്കുക. തീരുമാനമെടുത്താൽ എടുത്തരായിരിക്കണം. കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്താൽ കൊടുത്തതായിരിക്കണം. നിന്നെ വിളിച്ചത് മനുഷ്യനല്ല, ഒരു പുരുഷനോ സ്ത്രീയോ അല്ല വിളിക്കുന്നത്. സർവശക്തനായ ദൈവമാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. മകനെ മകളെ നിന്റെ ഹൃദയം എനിക്ക് തരിക. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരുന്നാൽ എല്ലാ തരത്തിലും
തക്ക സമയത്ത് അനുഗ്രഹം വിളിച്ചു വരുത്തി തരും. അതെ, ദൈവത്തിന് വചനം നേരത്തെ നിങ്ങൾ ശ്രമിച്ച പോലെ മുൻപേ അവന്റെ രാജ്യവും നീതിയും തേടുവിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഓഫീസറിനെ എനിക്കറിയത്തില്ല, അവർക്ക് എന്നെ അറിയാം. എങ്ങനെ? ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. മാത്രമല്ല സമയം കിട്ടുമ്പോഴൊക്കെ അവരെന്നെ വിളിക്കും. ശാന്തേ, യേശു കർത്താവിനെ പറ്റി പറ. ഞാൻ ഹിന്ദു ആണെങ്കിൽ എനിക്ക് യേശുവിനാണ് ഇഷ്ടം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അങ്ങനെയുള്ള ഒരു ഓഫീസിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ എനിക്ക് അഭിമാനമായിരുന്നു. മാത്രമല്ല അവരും അത്ഭുത. ഇപ്പം 2 വർഷമായി ഞാനും അവരും തമ്മിൽ കണ്ടിട്ട് കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തു. എൻ്റെ മകള് ഏറ്റവും ഉയർത്തി ദൈവം ശാന്തയുടെ പ്രാർത്ഥന മാനിച്ച് IPS കാര്യമാക്കി. പകരം ശാന്ത മക്കളില്ലാതിരുന്ന ശാന്തയ്ക്ക് ദൈവം തലമുറ തരുന്നത് എനിക്ക് തരുമെന്ന് പറയുന്നു. കാണാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതിന്റെ തലേ ദിവസം ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഓഫീസിന്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നു. ഇവരെ ഒന്ന് കണ്ടെങ്കിൽ ഇങ്ങനെ വിചാരിച്ചേ ഉള്ളൂ. അടുത്ത ദിവസം അവർ ഓടി, ഞാൻ അറിയുന്നില്ല, ഞങ്ങൾ കുഞ്ഞ് അഭിഷേകിനെ കൊണ്ടുപോയി മൃഗശാലയിലൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ കാണിക്കാൻ കയറുമ്പോൾ ഓടി വന്നെന്നെ തോളി തട്ടുകയാണ്. എടോ എന്ന് വിളിച്ചിട്ട്, തനിക്ക് ദൈവം തലമുറ തന്നു, ഞാൻ കേട്ടു, കാണാനും ദൈവം ഇടയാക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഓരോ നന്മയ്ക്കും കുറയില്ല. എപ്പോൾ ദൈവത്തെ അന്വേഷിക്കണം? സങ്കീർത്തനങ്ങൾ 63:1 അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അധികാലത്തെ ദൈവത്തെ അന്വേഷിക്കണം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 3-ാം വചനത്തില് ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ച അബ്രഹാം അധികാലത്തെ ദൈവത്തിന് യാഗം കഴിപ്പാൻ, ദൈവസന്നിധി പ്രാർത്ഥിപ്പാൻ അവൻ പുറപ്പെട്ടു. ജോഷയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാം വചനത്തില് ജോഷു എന്ന ദൈവഭക്തൻ അതിരാവിലെ എഴുന്നേറ്റ് പെട്ടകത്തോടുകൂടെ യോർദാനിൽ ഇറങ്ങി. ജോഷുയുടെ ജീവിതത്തിലെ സവിശേഷത എന്ത്? രാഹാബ് എന്ന വേശ്യാസ്ത്രീയുടെ ഭവനത്തില് ദൈവം ദൈവഭക്തന്മാരായ ജോഷുവും കാലേബിനെയും അയച്ചു. അവിടെ അവർ ദൈവത്തോടൊപ്പം വസിച്ചു. വേശ്യയോടൊപ്പം പാർത്തില്ല, അവളുടെ ഭവനത്തിലാണ്. ജീവിതത്തിന്റെ വിശുദ്ധി എല്ലാ തുറയിലും സൂക്ഷിക്കണം. അവിടെ പോയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഇല്ല. നീ ജീവിത വിശുദ്ധി സൂക്ഷിച്ചേ പറ്റുള്ളൂ. ജീവിത വസ്ത്രത്തില് കറപുരളാതെ നീ സൂക്ഷിക്കണം. ആ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും ദൈവം ആഗ്രഹിക്കില്ല. ദൈവത്തെ എവിടെ അന്വേഷിക്കണം? യെശയ്യാപ്രവചന പുസ്തകം 34-ാം അധ്യായം അതിന്റെ 16-ാം വചനത്തില് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കാൻ. ദൈവവചനം നാം വായിക്കണം, ദൈവവചനം ധ്യാനിക്കണം. വചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. മാത്രമല്ല യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വെടിവെക്കുന്നു. ദൈവത്തിന്റെ തിരു സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. മോശെ ദൈവത്തോട് അപേക്ഷിച്ചു, ദൈവമേ അങ്ങയുടെ തിരു സാന്നിധ്യം എന്നോടൊപ്പം വേണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കർത്താവിനെ സ്വീകരിച്ചാൽ, ദൈവ വഴിയിൽ നടന്നാൽ ദൈവത്തിന്റെ തിരു സാന്നിധ്യം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. മാത്രമല്ല തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിച്ചാൽ പത്രോസിനെ തടവിലാക്കിയിരുന്നു. എന്നാൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ദൈവം പത്രോസ് അപ്പോസ്തലനെ സഭയുടെ പ്രാർത്ഥന മാനിച്ച് അതെ തടവിൽ നിന്നും ദൈവം തന്നെ ഇറങ്ങി അവനെ വിടുവിച്ചു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നാം ദൈവത്തെ എങ്ങനെ അന്വേഷിക്കണം? വേദപുസ്തകം എന്ത് പറയുന്നു? സദൃശ്യവാക്യം 8:17 എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തെ ജാഗ്രതയോടെ അന്വേഷിക്കണം. അതേ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. ദൈവാലയം എന്ന് കേൾക്കുമ്പോൾ ഉള്ളത്തില് കത്തണം. ദൈവാലയം മ്ലേച്ഛ പ്രവൃത്തികൾക്ക് ഉള്ളതല്ല. ദൈവസന്നിധി വന്നിരുന്ന കാമുകനായിട്ട് മൊബൈൽ അടിച്ച് സൊള്ളാൻ വ്യവസ്ഥ ഇല്ല. പലരും ക്രിസ്ത്യാനികളും വിശ്വാസികളും കൂടെ വേറെ സൈഡ് ബന്ധങ്ങൾ കൈവഴികൾ വെച്ചേക്കുന്നു. ദൈവത്തിന് സന്നിധിയില് ചെന്നെത്തൂല. അങ്ങനെയുള്ള ബന്ധങ്ങള് ഇന്ന് അറുത്തെറിയേണ്ട സമയമാണിത്. 2 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായത്തിന്റെ 9-ാം വചനത്തില് യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഏകാഗ്രതയോട് ദൈവസന്നിധി നീ കാത്തു പ്രാർത്ഥിച്ചാൽ ദൈവം നിശ്ചയമായിട്ട് നിന്നെ അനുഗ്രഹിക്കും. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10-ാം വചനത്തില് യബേസ് അവന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു. എങ്കിലോ അവന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ദൈവ വഴിയിൽ നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവൻ അപേക്ഷന് ദൈവം അവന് നൽകി. ദൈവമേ അങ്ങനോട് കൂടെ ഇരിക്കുകയും
അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും എന്നെ അതിന് വിസ്താരമാക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. അവൻ അപേക്ഷന് ദൈവം നൽകി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ അപേക്ഷ നൽകുന്നവനാണ് വലിയവനായ എന്റെ ദൈവം. മാത്രമല്ല, സങ്കീർത്തനങ്ങൾ 37-39 പ്രകാരം കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. എല്ലാ വിശ്വാസികൾക്കും അല്ലാത്തവർക്കും ലോകത്തില് കഷ്ടം വരും. എന്നാൽ ദൈവമക്കളുടെ കഷ്ടകാലത്ത് ദൈവം അവരുടെ ദുർഗം, അവരുടെ കോട്ട, അവരുടെ സങ്കേതം, അവരുടെ പരിചയമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഏത് വിഷയത്തില് നീ യഥാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കാത്തിരിക്കുന്നു, അതേ വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. ആ സമയത്ത് അവരുടെ അടുത്ത് പ്രാർത്ഥന വിഷയം മുഴുവൻ കേൾക്കാൻ സമയമില്ല, പ്രാർത്ഥിച്ചോളാം. ജസ്റ്റ് ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനു മുമ്പേ ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. ദാനിയേലിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ അവൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതിന് മുമ്പേ അവന്റെ പ്രാർത്ഥന അവസാനിക്കുന്നവൻ ദൈവം അവന് മറുപടി കൽപ്പിച്ചു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന വലിയൊരായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അതെ, സങ്കീർത്തനങ്ങൾ 34:15 പ്രകാരം അവന്റെ ചെവി നീതിമാന്മാരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അതെ, ദൈവത്തിന്റെ ചെവി നീതിമാന്മാരുടെ നീതിമാന്മാർ നിലവിളിക്കുമ്പോ ദൈവം കേൾക്കും. നീതി നാം പ്രവർത്തിക്കണം, എന്നാലേ നീതിമാന്മാർ കർത്താവിന്റെ രക്തത്താൽ നീതീകരണം പ്രാപിക്കാം. അത് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ടുള്ള രക്ഷ. അതോടൊപ്പം പിന്നെയും ദുഷ്ടത കാണിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന് പ്രസാദകരം ആകുകയില്ല. മാത്രമല്ല, സദൃശവാക്യം 16:20 തിരുവചനം പ്രമാണിക്കുന്നവർ നന്മ കണ്ടെത്തും. ഈ നന്മയെക്കുറിച്ച് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നു, വർഷങ്ങൾക്ക് മുമ്പ്, 20 വർഷം മുമ്പ് ഡോക്ടർ DGS ദിനകരൻ അവിടെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. അന്ന് അമേരിക്കയിൽ നിന്ന് ഒരു സായിപ്പിനെ വരുത്തി. സായിപ്പ് ഇങ്ങനെ പ്രസംഗിക്കാൻ നിൽക്കുകയും സായിപ്പിന്റെ 2 മക്കളെ നടത്തുകയും ചെയ്തു. എന്നിട്ട് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരുന്ന വചനമാണ് വ്യാഖ്യാനിച്ചോളൂ. പെട്ടെന്ന് തന്നെ 2 മക്കളെ വിളിച്ചു വരുത്തി. അവരിങ്ങനെ നടക്കുകയായിരുന്നു. അതായത് ആ അമേരിക്കയിലെ പ്രാസംഗൻ പറഞ്ഞത്, എൻ്റെ കൂടെ ദൈവത്തിന്റെ നന്മയുണ്ട്, എൻ്റെ മക്കളുടെ തലമേലും ആ നന്മയുണ്ട്, ഇതാ അവർ കടന്നു വരുന്ന നിങ്ങൾ കാണാം. ആ സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ആ ദൈവദാസന്റെ മക്കള് ആ ദൈവദാസന്റെ ചുവടുകൾ പിൻപറ്റുന്നു, എൻ്റെ തലമുറ. അന്നേ ദിവസം ദൈവം എനിക്ക് വാക്കുന്നു, തക്ക സമയത്ത് ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് അഭിഷേകനെ കാണുമ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അഭിഷേകനെ കാണുമ്പോഴും ചിലപ്പോഴൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. അവൻ അമ്മ എന്ന് വിളിക്കും ചില സമയത്ത്. ആ സമയത്ത് എനിക്ക് എൻ്റെ ഹൃദയത്തിലൊരു സന്തോഷം പൊങ്ങും. കർത്താവിനോട് ചോദിച്ചു, എൻ്റെ ദാസിയെ, ഈ ശബ്ദം നീ കേൾക്കുമെന്ന് ചിന്തിച്ചോ? പലപ്പോഴും അറ്റാക്ക് വന്ന സമയത്ത്, മരണഭീതിയായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ തലമുറ കാണുമെന്ന് ദൈവം വാഗ്ദത്തം തന്നുവെങ്കിലും കണ്ടില്ലല്ലോ എന്നുള്ള ഭാരമുണ്ട്. ഇന്ന് ദൈവം ആ കണ്ണീരൊക്കെ തുടച്ചു മാറ്റി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇത് എൻ്റെ ജീവിതത്തിലെ അനുഭവം. അതിലധികം നന്മയാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കും. അതെ, സദൃശവാക്യം 16:20 തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. ദൈവവചനം നീ പ്രമാണിച്ചാൽ നിശ്ചയമായിട്ട് നീ നന്മ കണ്ടെത്തും. ശരിയാണോ? യാക്കോബിന്റെ ജീവിതം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു വടിയോടുകൂടെ അവൻ ഇറങ്ങി തിരിച്ചു, ദൈവസന്നിധിയെ മുട്ടുകുത്തി 2 കൂട്ടമായി അനുഗ്രഹിച്ച് അനുഗ്രഹത്തിന്റെ പാത്രമായി മാറ്റി. സദൃശവാക്യം 8:35 എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് താൻ ലോകത്തിലായിരുന്നു. മത്തായി 5:3 കല്ലറകളിൽ പാർക്കുന്നൊരു മനുഷ്യൻ കർത്താവിന്റെ സന്നിധിയില് മുട്ടുകുത്തി. അവൻ ആ ക്ഷണത്തിൽ സുബോധമില്ല, വസ്ത്രം ധരിക്കാത്തവൻ, കർത്താവിന്റെ സാന്നിധ്യത്തില് അവൻ സൗഖ്യം പ്രാപിച്ചു. അശുദ്ധാത്മാവ് അവനെ വിട്ടുപോകാനായിട്ട് കർത്താവ് കൽപ്പിച്ചു. ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചു സുബോധം കൊണ്ടും കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുന്നതിന്റെ ജനം ഭയപ്പെട്ടു. ദൈവം നിങ്ങളിലൂടെ അത്ഭുതം ചെയ്യുന്നത് കാണുമ്പോൾ ദൈവമില്ലാത്ത ജാതികൾ നിങ്ങളെയും ഭയപ്പെടും. ഹല്ലേലൂയ. എന്നാൽ സദൃശവാക്യം 8:36 എന്നോട് പിഴയ്ക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവവചനപ്രകാരം ജീവിതം ക്രമപ്പെടുത്തുക. അല്ല എങ്കിൽ യെശയ്യാപ്രവചന പുസ്തകം 1:29 യഹോവയെ ഉപേക്ഷിക്കുന്നവർ മുടിഞ്ഞു പോകും. ദൈവത്തെ തള്ളിക്കളഞ്ഞ പട്ടണങ്ങളാണ് സോദോം ഗൊമോറ പട്ടണം. ദൈവം ആ പട്ടണത്തെ നശിപ്പിച്ചു കളഞ്ഞു. സെഫന്യാവിന്റെ പുസ്തകം 1:6 പ്രകാരം യഹോവയെ വിട്ട് പിന്മാറിയവരെയും യഹോവയെ അന്വേഷിക്കുകയോ അവനെ കുറിച്ച് ചോദിക്കുകയോ ചെയ്യാത്തവരെയും ഛേദിച്ചു കളയും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, സമയം കിട്ടുമ്പോൾ, സമയം ഉണ്ടാക്കി, സമയം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കർത്താവിനെ അന്വേഷിക്കുക, ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുക. യെശയ്യാപ്രവചന പുസ്തകം 12:6 പ്രകാരം അതുകൊണ്ട്
നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. ദൈവത്തിന്റെ വചനം പറയുന്നത്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും കൊള്ളാവുന്നവനല്ല. യൂദാസിന്റെ ജീവിതം നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ കർത്താവിനോടൊപ്പം ഇറങ്ങി തിരിച്ചു. എന്നാൽ 30 വെള്ളിക്കാശ് കണ്ടപ്പോൾ ഇവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ലോകത്തിലെ അല്പസ്വല്പത്തിന് വേണ്ടി ദൈവത്തെ മാറ്റിവിട്ട് ആരും ജീവിക്കരുത്. അവൻ സർവശക്തനാണ്, അവൻ അത്യുന്നതനാണ്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദൈവത്തിന്റെ കൽപ്പന അതാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധിയുള്ളതാക്കി തീർക്കുന്നു. ജീവിതത്തിൽ പാപം വന്നോ ഏറ്റുപറയെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ലൈസൻസാക്കി വയ്ക്കരുത്. അതില് ദൈവത്തിന് പ്രസാദമില്ല. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. അപ്രകാരം അതെ, കർത്താവിനെ അന്വേഷിക്കുന്ന ഹൃദയം ഇന്ന് സമ്പാദിച്ചു കൊടുക്കുക. കർത്താവിനായിട്ട് ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പേ അദൃശ്യനായ ദൈവം ദൃശ്യരൂപത്തില് യേശു കർത്താവിന്റെ നാമത്തിൽ ലോകത്തില് എഴുന്നള്ളി വന്നു. കാൽവരി കുരിശിൽ അവൻ നിങ്ങൾക്കായി തകർക്കപ്പെട്ടു, നിങ്ങൾക്കായി നഗ്നനാക്കപ്പെട്ടു. അവൻ കാരത്തുപ്പലേറ്റു, തന്റെ ശരീരം മുഴുവൻ ചാട്ടവാറടിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ആ കർത്താവിനായിട്ട് ജീവിതം, കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ വെച്ചെങ്കിൽ നാമും പൂർണ്ണ അതെ, നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം മുഴുവനായിട്ട് കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുക. എങ്കിൽ ദൈവത്തിന് അത് പ്രസാദമാണ്. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. നന്മയെ തേടി പോണ്ട, നന്മ ദൈവം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.